നമസ്കാരം, എല്ലാവർക്കും മൂൺസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം ഡാൻസ് ട്യൂട്ടോറിയലിന്റെ രണ്ടാമത്തെ പാട്ടായ ശ്രീരാഗമോ എന്ന പാട്ട് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാം. ഈ പാട്ടിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസ മുതലാണ് നമ്മൾ കളിക്കുന്നത്. ആദ്യത്തെ മ്യൂസിക്കിന്റെ സ്റ്റെപ്പ് നമ്മൾ രണ്ട് കൈയിലും ശിഖരമുദ്ര പിടിച്ച് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് 1 2 3 4 ഇങ്ങനെ നിൽക്കണം. അതായത് 1 2 3 4. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇങ്ങനെ വരും. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും കളിക്കണം. അപ്പൊ 1 2 3 4 ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ രണ്ട് കൈയും നെഞ്ചിന്റെ നേരെ പിടിച്ചിട്ട് 2 പ്രാവശ്യം ജമ്പ് ചെയ്യണം. അപ്പൊ 1 2 ഇങ്ങനെ ജമ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ 1 2 3 4 ഇങ്ങനെ വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ ആക്കുക. വെറുതെ ഇങ്ങനെ ഇതാക്കിയിട്ട് 1 2 3 4 ഇങ്ങനെ നോക്കുക. അതേപോലെ 1 2 3 4 ഇങ്ങനെ കളിക്കുക. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു മ്യൂസിക്കും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് നിന്നാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം പ്ലാവിലപ്പൊൻ തളികയിൽ, അപ്പൊ നമ്മൾ ഇരുന്നിട്ട് സദ്യ കഴിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 1 2 3 ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിലെ കൈ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് നമ്മൾ ചോറ് ഉരുട്ടുന്ന പോലെ ഇങ്ങനെ കാണിച്ചിട്ട് വായയിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയാം. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റിട്ട് നമ്മൾ പിന്നെയും എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കുക. പിന്നെയും പൂമ്പൈതലായി, കുട്ടി എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് പൈതലായി കൊതി തുള്ളി ഒന്ന് കൈ ബാക്കിൽ കെട്ടിയിട്ട് 1 2 എന്തിനോ ഇങ്ങനെ കാണിക്കുക. അടുത്തതായിട്ട് നമ്മൾ തേർഡ് താത്തൈ തെയ്ത്താണ് കളിക്കുന്നത്. അതായത് താത്തൈ തെയ്ത ധി തൈ തെയ്ത താത്തൈ തെയ്ത ധി തൈ തെയ്ത. ഫസ്റ്റ് നമ്മൾ 2 കോർണറിലേക്ക് കളിച്ചു. അത് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് 2 സൈഡിലേക്കും ഇങ്ങനെ കളിക്കണം. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് കാറ്റിനോട് കൊഞ്ചപ്പ കാറ്റെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നടന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ഒരു മാങ്ങ പൊട്ടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു കല്ല് താഴ്ത്തുനിന്ന് എടുത്തിട്ട് മരത്തിന്റെ മുകളിലേക്ക് എറിഞ്ഞു. അപ്പൊ അത് താഴെ വീണു. അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് തിന്നു. ഇങ്ങനെയാണ് അടുത്ത 2 ലൈൻ കാണിക്കുന്നത്. കാറ്റിനോട് കൊഞ്ചി
ഇങ്ങനെ കാണിച്ചു. ഇനിയുമി വഴികളിൽ കളിയാടാൻ മോഹം. ഇങ്ങനെ കാണിക്കുക, അതായത് കളിക്കാനുള്ള മോഹം. ഇനി അടുത്തത് ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ആദ്യം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. സ്നേഹാർദ്രമായി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ വീശി ആർദ്രമാവേ തോപദം നമ്മൾ നടക്കുന്നത് പോലെ കാണിക്കാം. തോപദം തേടുന്നു നാം ഈ നമ്മളിൽ, ഇങ്ങനെ കാണിക്കണം. അടുത്തതായി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നിൻ മൗനം. അപ്പൊ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് മൗനമോ പൂബാണമായി, ഇങ്ങനെ ഒരു വില്ല് വളയ്ക്കുന്ന പോലെ ബാണമായി. നിൻ രാഗമോ, രാഗമോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് കയ്യിലും ഹംസാസ്യം പിടിച്ച് ഇങ്ങനെ ഒന്ന് ആക്കാം. അപ്പൊ രാഗമോ നിൻ രാഗമോ ഭൂപാളമായി, ഇങ്ങനെ ആകാശം കാണിക്കാം. എൻ മുന്നിൽ നീ പുലർകന്യയായി, എൻ്റെ മുന്നിൽ നീ കന്യകയാണ്. അടുത്തതായിട്ട് വീണ്ടും ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ.